അശോകം. ഇതാണ് അശോകം. ഇതാണ് അശോകം. നമ്മുടെ സ്കൂളിലുണ്ടല്ലോ. ഇത് മരമുല്ല അശോകം. മറ്റേ മാനത്തേക്ക് പോകുന്ന മരമാണ് അശോകമായിട്ട്. ഇതാണ് ശരിയായിട്ടുള്ള അശോകം. മുല്ല തന്നെ മരമുല്ല. മുല്ല പൂ പോലെ തന്നെ നിറച്ചുണ്ടോ? ആ ഇതാണ് അശോകത്തെച്ചി. ഇത്ര വലിയ മരമായിട്ട് വരുമല്ലോ. ഇതാണ് അശോകം. മരമുല്ല 500 രൂപ വിലയുണ്ട് കിലോ. അത്തിമരം. പിള്ളേർ അവിടെ നിന്നാൽ ഒന്നും അറിയില്ല. ഇപ്പോഴല്ല, ഇപ്പൊ ഇതിന്റെ സീസൺ കഴിഞ്ഞു. ചെറി. ഇതിന്റെ പൂ വന്നുകൊണ്ടിരിക്കും കായാവാനായിട്ട്. ഇതാണ് അതിന്റെ കായ. ഇങ്ങനെയാണോ പൂക്കളുടെ സമയം? ലാൻസാറ്റ് ഫ്രൂട്ടാണ്. മലേഷ്യൻ ഫ്രൂട്ടാണ്. ലക്ഷ്മി തരും. ലക്ഷ്മി തരൂ. ശരിക്കും മെഡിസിനൽ സ്മെല്ലാണ്. ഇത് മുള്ളാത്ത. അത് അതിന്റെ ചക്ക ഉണ്ടാവും. മുള്ളൻ ചക്ക. അത് മുള്ളൻ ചക്ക. ക്യാൻസറിന് നല്ലതാണ്. ഇതിന്റെ ഇലയും ലക്ഷ്മി തരുവിന്റെ തിളപ്പിച്ചിട്ടാണ്. മലയനാപ്പിൾ. മലയനാപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടില്ല. എവിടെയാ ശ്രദ്ധിക്കണേ? മലയനാപ്പിൾ. ഇംഗ്ലീഷിൽ വുഡ് ആപ്പിൾ എന്ന് പറയും. മലയൻ. ഇത് അല്ല, ഇതൊക്കെ വിദേശത്ത് നിന്ന് വരുന്ന, മലേഷ്യയിൽ നിന്ന് വരുന്ന കളറ് ആപ്പിൾ പോലെ തന്നെ. അങ്ങനെ ആപ്പിൾ പോലെ തന്നെ നമുക്ക് ആപ്പിൾ ടേസ്റ്റ് ചാമ്പയ്ക്കാൻ. ആപ്പിൾ ശരിക്കുള്ള ആപ്പിൾ ചെടി സാധാരണ ആപ്പിൾ മരം അത് ചാമ്പയാണ്. ലോയിക്ക. ലോലോലിക്ക എന്നറിയപ്പെടുന്ന ലോയിക്ക. മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് കറുകപ്പട്ടെന്ന് പറയാറില്ലേ? അത് സാധാ കളർ ചെടി. ഓർണമെന്റൽ പാം. തിപ്പലി. ആയുർവേദത്തിലെ എല്ലാ ഇതിലും ചേരുന്ന. കായാണോ? കായല്ലേ? കുരുമുളക് ഉണ്ടാകുന്ന മാതിരിയുണ്ട്. 2 തരമുണ്ട്. നല്ല എരിവുള്ള. ഒന്ന് നിലത്ത് നല്ല എരിവുള്ള കായാണല്ലോ. നല്ല എരിവുള്ള കായ. ഇതാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. മറ്റേ തിപ്പിലിക്ക് ഇത്ര എരിവുണ്ടാകും. കുരുമുളക് പോലെയല്ല, ചെറിയ ചെറിയ മാതിരിയായിരിക്കും. അമ്പാഴം. ഇത് സർവ്വസുഗന്ധി. സർവസുഗന്ധി. ഇതെല്ലാരും മണത്തിട്ട് എല്ലാരും ഓരോരുത്തരോടൊക്കെ കൊടുക്കാം.
എല്ലാ മസാലയുടെയും കൂടെ ഗരം മസാലയുടെ എല്ലാ മസാലയുടെയും കൂടെ മസാല പോലെ നമ്മൾ ഉപയോഗിക്കുന്നത് കറുകപ്പട്ടയാണ്. നല്ല മണമുണ്ട്, നോക്കണം. പാഷൻ ഫ്രൂട്ട്സ്. ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ്, സൗത്ത് അമേരിക്കനാണ്. ഇതോ? ആവണക്കിന്റെ ഇല മാതിരിയാണ് ഇതിന്റെ. അതെ അതെ, കാണുമ്പോൾ അത് പറ്റും. ഇതിൽ പാലുണ്ട്. ഇങ്ങനെ ഈ ഇല മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, തണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. മറ്റുള്ളതിന്റെ മാതിരി നമുക്ക് തണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റാണ്. ഇത് മറ്റേ ഇത് ഞാവല് ചെറിയ ഞാവല് കായ അല്ലേ? ആ അത് ഞാൻ കൊക്കോ. ബഷീർ കഥകളിലെ മാംഗോസ്റ്റീ. ബഷീർ കഥകളിലെ മാംഗോസ്റ്റീ. കൊക്കോകൾ. മാംഗോസ് തൈകൾ. റംബൂട്ടാൻ തൈകൾ. ലെമൺ മാംഗോസ്. ഇല്ല, അത് പൊട്ടി തന്നെ താഴെ വീഴും. എന്താണെന്നറിയോ പിള്ളേർക്ക്? ജാതിക്ക ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും അലോപ്പതിയിലും ഒരുപാട് മെഡിസിനിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ജാതിക്ക. പൊട്ടും തന്നെ പൊട്ടി നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാനാണ്. ജാതിക്ക ഇത്രയും നേരം പറഞ്ഞത് അതാണ്. ജാതിക്ക എന്ന് പറയുന്നത് മസാലയാണ്. അതുപോലെ തന്നെ 3 മെഡിസിൻ, അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, 3 മെഡിസിനിൽ ഒരുപാട് അല്ല എല്ലാവരും എഴുതിയിട്ടുണ്ട്. സാറ് മുമ്പിൽ ലാസ്റ്റ് പോയാൽ മിൽക്ക് ഷേക്കിനും ഒക്കെ ഉപയോഗിക്കുന്ന ഇതല്ല, ഇത് കാപ്പി. ഇത് കാപ്പി. ഇതാണ് വെണ്ണപ്പഴം, അവക്കാടം എന്നൊക്കെ പറയുന്നത്. ഇത് അത് ഒക്കെ അവക്കാടാണ്. അവക്കാടൻ പഴവർഗം. അവക്കാടോ പഴമാണ്. അത് പേരൊക്കെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യണ്ട. അല്ല, ഇതിൽ മഴ പെയ്ത് വെള്ളം അങ്ങനെ ഇവിടെ തന്നെ വെറ്റിക്കുകയാണോ? അത് ഒഴിഞ്ഞു പോകുമല്ലോ, താഴത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. വരമ്പ് മുഴുവൻ വെച്ചിരിക്കുന്നത് വീഴുന്ന വെള്ളം മുഴുവൻ ഇതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി. ഇരുമ്പാമ്പുളി. ഇതാണ് ഇപ്പോൾ ഈ കൊച്ചു പിള്ളേർക്കൊന്നും അതിനെക്കുറിച്ചുള്ള അവരതൊന്നും നോക്കില്ല. വേണ്ട വേണ്ട, ആരും എടുക്കണ്ട. എന്തിനാണത്? ഒന്ന് നിലത്തെ നിങ്ങളതിലൊക്കെ ഒരു ഇച്ചിരി കൂടെ ഒരു 10-14 വയസ്സുള്ള സമയത്ത് രാത്രിയിൽ എന്നും കിടക്കുമ്പോൾ സ്വപ്നം കാണുമായിരുന്നു. ഒരു തോട്ടം 14 വയസ്സുള്ളപ്പോൾ 13, 14, ഒരു 16 വയസ്സ് വരെ, 17 വയസ്സ് വരെ 4-5 കൊല്ലം ഡെയിലി രാത്രി കണ്ണടച്ചാൽ കാണുന്ന സ്വപ്നം തോട്ടവും ഒരു തോടും. അന്ന് പുഴയെക്കുറിച്ചുള്ള സങ്കല്പം എനിക്കില്ല. അപ്പോൾ ഒരു തോടിന്റെ കരയ്ക്കിൽ ഒരു തോട്ടം. ആ തോട്ടത്തിന്റെ ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് ഞാൻ എന്നും പറക്കും. അതാണ് ഡ്രീം. അതൊരു ഡ്രീമായിരുന്നു. ആ